തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി നാളെ വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതി ജഡ്ജി വി വിഷ്ണു വിധിക്കും. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഡിനിൽ ജെ.കെ പ്രതികരിച്ചു. 2017 ഏപ്രിൽ 5-6 തീയതികളിലായിരുന്നു നാടിനു നടുക്കിയ ക്രൂര കൊലപാതകം. കേഡൽ ജിൻസൺ രാജ അച്ഛൻ രാജ തങ്കത്തെയും അമ്മ ഡോക്ടർ ജീൻ പത്മത്തെയും സഹോദരി കരളിനെയും ബന്ധുവായ ലളിതയെയും കൊലപ്പെടുത്തി. കഴുത്തിനു പുറകിൽ മഴുകൊണ്ട് വെട്ടിയായിരുന്നു കൊലപാതകം. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 7 വർഷത്തോളം വിചാരണ നീട്ടിക്കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം വിചാരണ പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 65 ദിവസം നീണ്ടുനിന്ന വിചാരണയിൽ 42 സാക്ഷികളെ വിസ്തരിച്ചു. 120-ലധികം രേഖകളും 40-ലധികം തൊണ്ടിമുതലുകളും അന്വേഷണത്തിൽ നിർണായകമായി. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു. വിഭാഗം ഉന്നയിച്ച കാര്യങ്ങളൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. കൊലപാതകത്തിനു മുമ്പും ശേഷവും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നും പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് കാരണം മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ്. ഇത് സാധൂകരിക്കുന്ന തെളിവടക്കം പ്രോസിക്യൂഷൻ കോടതിയിലെത്തിച്ചു. ഇവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും മെസ്സേജസിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ആ ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു സർക്കംസ്റ്റൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ആ ഒരു കുറ്റസമ്മതം നടത്തിയതായിട്ട് പറയുന്ന ആ പോർഷനിൽ കാണുന്നത് ഈ വീട്ടുകാരോടുള്ളൊരു വൈരാഗ്യം തന്നെയാണ് മോട്ടീവായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ആ കോടതിയിൽ ആ എവിഡൻസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ആ ഒരു ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതി വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അർഹിക്കുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും പറഞ്ഞു. ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ വളരെ മെറ്റിക്കുലസായിട്ട് ഞങ്ങൾക്ക് അതിൽ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ബൈജു സാറാണ് അതിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്. അതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ്, ഓൺലൈൻ വഴിയുള്ള ട്രാൻസാക്ഷൻസ്, എവിഡൻസ് നശിപ്പിക്കാൻ പ്രതി നടത്തിയ ശ്രമങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും ഒരു വളരെ സ്ക്രൂപ്പുലസ് ആയിട്ട് അത് അന്വേഷണ സംഘത്തിന് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കൺവിക്ഷൻ ഉണ്ടായത്. അത് കേരള പോലീസിന് നമ്മുടെ ഒരു ടീം വർക്കിന്, ഒരു ടീം സ്പിരിറ്റിന് നന്നായിട്ട് അന്വേഷണം ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഒരു അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അത് കൺവിക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് പോലീസിന് കഴിഞ്ഞു. അതിൽ അഭിമാനമുണ്ട്. വിധി പ്രസ്താവന കേൾക്കാൻ പ്രതിയും കോടതിയിൽ എത്തിയിരുന്നു. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായി. നാളെ ശിക്ഷ വിധിക്കും. ജനം, തിരുവനന്തപുരം.